ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ബോൾഗാട്ടി പാലസിലേക്കാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്നറിയാം, എന്നാലും ഞങ്ങൾ കണ്ട കാഴ്ചകൾ നിങ്ങളെ കൂടി കാണിക്കുകയാണ്. ഇതാണ് ബോൾഗാട്ടി പാലസ്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ബോൾഗാട്ടി പാലസ്. 1744 ഒരു ഡച്ച് വ്യാപാരിയാണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത്. പിന്നീട് ഡച്ച് ഗവർണർമാരൊക്കെ ആയിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മളുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായി തീർന്നു ഈ കൊട്ടാരം, ഈ ബോൾഗാട്ടി പാലസ്. പല സിനിമകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മൈ ബോസ്, അതുപോലെ വെള്ളി നക്ഷത്രം. ഈ സിനിമയിലൊക്കെ നമുക്ക് ഈ ബോൾഗാട്ടി പാലസ് കാണുവാനായിട്ട് സാധിക്കും, അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൊച്ചിയുടെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ? ഇത് ബോൾഗാട്ടി പാലസിൻ്റെ പുറകുവശമാണ്. വേമ്പനാട്ട് കായലിനോട് ഫേസ് ചെയ്താണല്ലോ ഈ ബോൾഗാട്ടി പാലസ് ഇരിക്കുന്നത്. ഇതിലെ കൂടി ധാരാളം വാട്ടർ മെട്രോകളൊക്കെ പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് പാലസിൻ്റെ പുറകുവശമാണ്. ആ വേമ്പനാട്ട് കായലിലേക്ക് മറിഞ്ഞ് ആ വൃക്ഷങ്ങളൊക്കെ നിൽക്കുന്നത് കണ്ടോ? ഇത്ര വർഷം പഴക്കമുള്ള വൃക്ഷങ്ങളൊക്കെ ആണെന്നറിയാവോ ഇതൊക്കെ? വളരെ ഭംഗിയായിട്ട് നിൽക്കുന്നത് കണ്ടോ? അതുപോലെ പല ബോട്ടുകളും വാട്ടർ മെട്രോകളും ചെറിയ ചെറിയ കപ്പലുകളും ഒക്കെ പോകുന്നത് നമുക്ക് ഇവിടെ നിന്നാൽ കാണുവാനായിട്ട് സാധിക്കും. വളരെ മനോഹരമായിട്ടാണ് അവർ ഈ പാലസിൻ്റെ ചുറ്റുപാടും ഒക്കെ ഒരുക്കിയിരിക്കുന്നത്. 8 ഏക്കർ സ്ഥലത്താണ് ഈ പാലസ് സ്ഥിതി ചെയ്യുന്നത്. കേരളം കാണാൻ വരുന്നവരാരും ഈ കൊച്ചി കാണാതെ പോകത്തില്ലല്ലേ? കൊച്ചിയിൽ ഒത്തിരി വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. കൊച്ചിയിലെ തന്നെ അറബിക്കടലിൻ്റെ റാണി എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്, അല്ലേ? അത് തീർച്ചയായിട്ടും ശരിയാണ്. മറൈൻ ഡ്രൈവും പോർട്ട് കൊച്ചിയും അതുപോലെ മട്ടാഞ്ചേരിയും അതുപോലെ ബോൾഗാട്ടി പാലസും എല്ലാം കണ്ടോ? ഇത് ഫ്രണ്ട് വ്യൂ ആണ്. ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നത് മറൈൻ ഡ്രൈവാണ്. കണ്ടോ? ഇവിടെ ഒരു ഹൈക്കോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്തു നിന്ന് കാണുന്നത് പോലെ കാണാൻ സാധിക്കും. ഞങ്ങൾ അവിടെ നിന്നൊരു സെൽഫിയൊക്കെ എടുത്തു. മറൈൻ ഡ്രൈവും പോർട്ട് കൊച്ചിയും അതുപോലെ തന്നെ മട്ടാഞ്ചേരിയും വില്ലിംഗ്ടൺ ഐലൻഡും ബോൾഗാട്ടി പാലസും എല്ലാം കൊച്ചി ഐലൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ കൊച്ചിയെ അറബിക്കടലിൻ്റെ റാണി എന്നും അതുപോലെ ഇത്രയും വളരെ ഭംഗിയുള്ള ആ വേമ്പനാട്ട് കായലിൻ്റെ തീരത്ത് ആണ് ഈ ബോൾഗാട്ടി പാലസ് സ്ഥിതി ചെയ്യുന്നത്. നേരെ ഓപ്പോസിറ്റ് കാണുന്നത്, കിഴക്കു ഭാഗത്ത് കാണുന്നത് മറൈൻ ഡ്രൈവും അതുപോലെ പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്നത് വല്ലാർപാടവും. ഈ ഗോസറി പാലമൊക്കെ വന്ന കാരണം നമുക്ക് വല്ലാർപാടത്തേക്ക് പോകാനും ബോൾഗാട്ടി പാലസിലേക്ക് പോകാനും ഒക്കെ വളരെ സൗകര്യമായി. അല്ലെങ്കിൽ ബോട്ടിലോ ഒക്കെ വേണം ഇവിടെയൊക്കെ എത്തിപ്പിടിക്കാനായിട്ട്, അല്ലേ? നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ, നല്ല ഭംഗിയായിട്ട്. ഈ ചെടികളും വലിയ വലിയ വൃക്ഷങ്ങളും ഒക്കെ ചുറ്റുമതിൽ കെട്ടി അതിന് പെയിൻ്റൊക്കെ അടിച്ച് വളരെ ഭംഗിയായിട്ട് അത് അവരലങ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിലാണ്. ഇത് റിസോർട്ടായും അതുപോലെ തന്നെ കൺവെൻഷൻ സെൻറ്റർ ഒക്കെ ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നു. അതുപോലെ പല സിനിമകളും ഒക്കെ ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് താമസിക്കുവാനായിട്ടൊക്കെ ഈ പാലസിനകത്ത് ഫാമിലിയൊക്കെ ആയിട്ട് ധാരാളം മുറികളൊക്കെ അവൈലബിളാണ്. ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് താമസിക്കാൻ പറ്റും. കോസ്റ്റ്ലി ആകട്ടോ, ഇത്രയും വൃത്തിയായിട്ടും. അതുപോലെ ഡച്ചുകാരൊക്കെ പണിത ആ ഒരു പാലസിലൊക്കെ താമസിക്കണമെങ്കിൽ കോസ്റ്റ്ലി ആയിരിക്കും, അല്ലേ? അതിന് അത്ഭുതമൊന്നുമില്ല. ഞങ്ങൾ വന്നപ്പോൾ നേരത്തെയൊക്കെ എനിക്ക് തോന്നുന്നു ഇതിനകത്തൊക്കെ
അവിടെ മുറി എടുത്താൽ മാത്രമേ അവിടെ താമസിക്കുന്നവർക്ക് മാത്രമേ ഇതിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അവർ കുറച്ച് ലിബറൽ ആയിട്ടുണ്ട്. ഞങ്ങളെ എന്തായാലും കയറ്റി വിട്ടു. ഞങ്ങൾ 1-2 മണിക്കൂർ അതിനകത്ത് ചിലവഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. നമ്മൾക്കതിനകത്തേക്ക് കയറിയാൽ നമ്മൾക്കത് അതിൻ്റെ ആ ഭംഗികളൊക്കെ ആസ്വദിച്ച് അതിൽ നമ്മൾക്ക് അവിടുന്ന് പോരുവാനായിട്ട് തോന്നത്തില്ല. അത്രയ്ക്കും ഭംഗിയാണ് ആ കായലിൻ്റെ തീരത്ത്. കണ്ടോ, വാട്ടർ മെട്രോ പോകുന്നതാണ്. അതിനകത്ത് ആൾക്കാർ ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തരുന്നുണ്ട്. അവരിങ്ങനെ വാട്ടർ മെട്രോയൊക്കെ പോകുമ്പോൾ അവരിങ്ങനെ ചുറ്റി നടന്ന് അവരെ അനൗൺസ് ചെയ്ത് ഇതുപോലെ കാണിച്ചു കൊടുക്കും. ഇതാണ് ബോൾഗാട്ടി പാലസ് എന്നൊക്കെ അവർ കാണിച്ചു കൊടുക്കുന്നത് നമ്മൾക്ക് കേൾക്കാം. അത്രയ്ക്ക് വളരെ ഭംഗിയുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ ബോൾഗാട്ടി പാലസ്. ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ഞങ്ങൾക്ക് പോകുവാനായിട്ട് സാധിച്ചത് ഇപ്പോഴാണ്. ഇത്രയൊക്കെ നല്ല കണ്ടോ, പല ബോട്ടുകളും അതുപോലെ തന്നെ വാട്ടർ മെട്രോയും അതുപോലെ തന്നെ ചെറിയ ചെറിയ കപ്പലുകളും ഒക്കെ പോകുന്നത് നമുക്ക് അവിടെ ഒന്ന് ആസ്വദിക്കാൻ പറ്റും. ഈ 8 ഏക്കർ സ്ഥലത്താണല്ലോ ഈ ബോൾഗാട്ടി പാലസ്. അത് ആ സ്ഥലം മുഴുവൻ അവർ ഭംഗിയായിട്ട് ഒരുക്കി, വളരെ ഭംഗിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഒരു വളരെ ക്ലീനാണ്. കണ്ടോ, ആ വൃക്ഷങ്ങളൊക്കെ ചരിഞ്ഞ് അതിൻ്റെ ചില്ലകളൊക്കെ ഇങ്ങനെ പരന്ന് വളരെ ഭംഗിയായിട്ട്, വളരെ വർഷം പഴക്കമുള്ള വൃക്ഷങ്ങളൊക്കെയാണ് അതിനകത്ത് കാണുവാൻ സാധിക്കുന്നത്. അവിടെ എന്തോ കൺവെൻഷനൊക്കെ നടക്കുന്നുണ്ട്. പല പല കെട്ടിടങ്ങളിങ്ങനെ പണിതിട്ടിരിക്കുകയാണ്. പാലസിനോട് ചേർന്ന് ചുറ്റിനും പല പല കെട്ടിടങ്ങൾ പണിതിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഇതുപോലെ റെൻറ്റിന് കൊടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കിയിരിക്കുന്നതാണ്. കേരളം കാണാൻ വരുന്നവരാരും കൊച്ചി കാണാതെ പോകത്തില്ലല്ലേ. ഇതുപോലെയുള്ള കൊച്ചിയിലാണ് എനിക്ക് കൂടുതൽ ഇതുപോലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ഉള്ളത്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങളെടുത്തു. ഉണ്ടോ, പാലസിൻ്റെ ഇതാണ് ഫ്രണ്ട് വ്യൂ. പാലസിൻ്റെ ഫ്രണ്ട് വ്യൂ ഇതാണ്. സൈഡ് വ്യൂവും ബാക്ക് വശവും എല്ലാം വളരെ ഭംഗിയായിട്ട് കിടക്കുന്നു. അപ്പുറത്തും ചെറിയ ഇങ്ങനെ കെട്ടിടങ്ങളിങ്ങനെ പണിതിട്ടിട്ടുണ്ട്. വിനോദസഞ്ചാരത്തിന് വരുന്നവർക്കൊക്കെ താമസിക്കുവാനും അതുപോലെ അവർക്ക് ചുറ്റി സഞ്ചരിക്കുവാനും ഒക്കെയുള്ള ഒത്തിരി സ്ഥലങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നല്ലൊരു വെർട്ടിക്കൽ ഗാർഡനൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം കേട്ടോ. ഇതൊക്കെ വളരെ കണ്ണിന് കൗതുകരമായിട്ടുള്ള നല്ല കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. വളരെ ഭംഗിയില്ലേ കാണാനായിട്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, അത് മറക്കരുത്. പുറകുവശത്തേക്ക് ഒന്നും കൂടി വന്നിരിക്കുകയാണ്. ധാരാളം വാഹനങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ധാരാളം ആൾക്കാരുണ്ട്. കുറേ പേര് പുറത്തും കുറേ പേര് കണ്ടോ സ്വിമ്മിങ് പൂളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു സ്വിമ്മിങ് പൂളൊക്കെ അവർ ഇതിൻ്റെ
ഫ്രണ്ടിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. മറൈൻ ഡ്രൈവ് തൊട്ടടുത്താന്ന് തോന്നുന്നല്ലേ, പക്ഷേ അത് കുറച്ച് കായലിന് അക്കരെയാണല്ലോ. ഞങ്ങൾ മറൈൻ ഡ്രൈവിലും പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് മറൈൻ ഡ്രൈവിൻ്റെ ഞങ്ങൾ അവിടുന്ന് പാലസിൽ നിന്ന് ബോൾഗാട്ടി പാലസിൽ നിന്ന് പോകുന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ പോയി. അവിടെ രാത്രിയായിരുന്നു, അതുകൊണ്ട് ആ വീഡിയോ ഒന്നും ക്ലിയർ ആയിട്ടില്ല കണ്ടോ. അവിടെ മറൈൻ ഡ്രൈവിലൊരു പാലമൊക്കെ ഉണ്ടല്ലോ, ആ പാലത്തിലൂടെ ഞങ്ങൾ കയറി. ഇതാ പാലമായത്. ഇവിടെ നിന്നാണ് വാട്ടർ മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടോ. അത് മറൈൻ ഡ്രൈവിലെ പാലമാണ്. ഇവിടെയൊക്കെ ഷൂട്ടിംഗ് നടക്കാറുണ്ട്, നമ്മൾ പല സിനിമകളിലും കാണാറുണ്ടല്ലേ ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തു. അങ്ങനെ ബോൾഗാട്ടി പാലസിലും അതിൻ്റെ ഓപ്പോസിറ്റുള്ള മറൈൻ ഡ്രൈവിലും ഞങ്ങൾ സന്ദർശിച്ചു. മറൈൻ ഡ്രൈവിൽ പിന്നെ ഞങ്ങൾ രാത്രി ആയത് കാരണം കണ്ടോ, ബോൾഗാട്ടി അതിൻ്റെ ഓപ്പോസിറ്റുള്ള ബോൾഗാട്ടി പാലസാണ്. ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോഴത് രാത്രി ആയത് കാരണം ലൈറ്റൊക്കെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ നിന്ന് ഈ ആ പാലത്തിൻ്റെ സ്റ്റെപ്പാണത്. ഇവിടെ നിന്ന് നമ്മൾ പാലസ് ആണ് കാണുന്നത്, ബോൾഗാട്ടി പാലസാണ്. അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്കും കണ്ടു, ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്കും കണ്ടു. അങ്ങനെ വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് വളരെ എൻജോയ് ചെയ്യാൻ സാധിച്ചു. മറൈൻ ഡ്രൈവും അതുപോലെ തന്നെ ബോൾഗാട്ടി പാലസും. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.